Hello friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും കുറച്ച് ചെക്കോട്ട സാരീസ് ആണ് കാണുന്നത്. ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഡിസൈൻസ് ആണ് ഇന്ന് നമ്മൾ കാണുന്നത്. വേറെ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ബ്ലാക്ക് കണ്ടില്ലായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിലൊന്നും. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ബ്ലാക്ക് കളറും ഗ്രീനും യെല്ലോ ഷെയ്ഡ് നല്ല ലെമൺ യെല്ലോ, പെയിൽ യെല്ലോ അല്ല, നല്ല ലെമൺ യെല്ലോ ഷെയ്ഡ് ചെക്കോട്ട സാരീസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഡിസൈൻസും സാരീസ് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സാരി തന്നെ, ഇതെല്ലാം ബഡ്ജറ്റഡ് സാരീസ് ആണ്. ഒത്തിരി റേറ്റ് കൂടിയ സാരീസ് അല്ല, മിനിമം വർക്കും വളരെ ബഡ്ജറ്റിൽ വരുന്ന സാരീസ് ആണ്. എല്ലാം കോട്ടൺ, പ്യുവർ കോട്ടൺ ചെക്കോട്ട സാരീസ് ആട്ടോ. ആദ്യം തന്നെ നമുക്കൊരു ബ്ലാക്ക് ചെക്കോട്ട കാണാം. അതിൻ്റെ അകത്ത് യെല്ലോ ഷെയ്ഡിൽ നമ്മൾ ഡിസൈനിങ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് ചെക്കോട്ട സാരി. ഇത് ബ്ലാക്ക് ആണ് കളർ. വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് ബ്ലാക്ക് ഷെയ്ഡ് കാണാൻ പറ്റത്തുണ്ടാവില്ല. അത് പ്യുവർ ബ്ലാക്കിൻ്റെ അകത്ത് ലെമൺ യെല്ലോ ഷെയ്ഡ് വെച്ച് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് തയ്ച്ചിരിക്കുന്നത്. ഇവിടെ ലൈറ്റ് ഗ്രീൻ കളർ ത്രെഡ്, അത് നമ്മൾ 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ബൂളിയൻ നോട്ട് ചെയ്തിട്ടാണ് ലീവ്സ് എല്ലാം തയ്ച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് ചുമ്മാ കുത്തി താത്തിയോരെ തോന്നത്തുള്ളൂ, പക്ഷേ ഇത് ബൂളിയൻ നോട്ടാണ് ലീവ്സ് എല്ലാം തയ്ച്ചിരിക്കുന്നത്. ഇവിടെ സ്റ്റെം സ്റ്റിച്ചും പിന്നെ കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ട് നമ്മൾ തയ്ച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഫേസ് ചെയ്ത് 2 ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ, ബഞ്ചാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ, മുന്താനിയുടെ ഒരു സൈഡിലേ ഉള്ളൂ ഡിസൈനിങ്. അത് കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വിട്ടിട്ട് റണ്ണിങ് പോർഷനിൽ 2 ഡിസൈനാണ്. ഇവിടെ ഒരു ഡിസൈൻ, പിന്നെ കുറച്ചും കൂടെ മേളിലായിട്ട് ഒരു ഡിസൈൻ. ഇത് ജസ്റ്റ് പിന്നെ കുത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പം ഈ നീണ്ടു കിടക്കുന്ന പോർഷനിൽ 3 ഡിസൈനാണ് വരുന്നത്. മുന്താണിയിൽ നിന്ന് ഷോൾഡർ വരെ ഉള്ളിടത്ത് 3 ഡിസൈനാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലും ഇതുപോലെ തന്നെ 3 ഡിസൈനാണ് ഉള്ളത്. ഫ്രണ്ടിൽ അതുപോലെ തന്നെ 3 ഡിസൈൻ, ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് ഒന്നിങ്ങോട്ട് അങ്ങനെയായിട്ട് ഉള്ള രീതിയിലാണ് നമ്മുടെ ഈ പാറ്റേൺ വന്നിരിക്കുന്നത്. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും, അങ്ങനെ 3 ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞ യെല്ലോ കളർ ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നല്ല യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ലോണം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി ഓവറായിട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി തെറിച്ച് നിൽക്കുന്നത്, കാരണം ഫ്രണ്ടിൽ 3 എണ്ണമാണ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 7 ഡിസൈനാണ് ഇതുപോലത്തെ വരുന്നത്. അധികം വലിയ ഡിസൈൻ അല്ല, മിനിമം സൈസ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും വളരെ റേറ്റ് കുറഞ്ഞ ബഡ്ജറ്റിൽ വരുന്ന ഒരു സാരിയാണ്. 1450 ആണ് ഈ സാരിയുടെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1450. നമുക്ക് രണ്ടാമത്തെ സാരി കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സാരി ലെമൺ യെല്ലോ ചെക്കോട്ടയാണ്. അതിൻ്റെ അകത്ത് നല്ല വാടാമുല്ല കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്, അതും ഗ്രീൻ കളറും. ഇങ്ങനെയാണ് ഒരു ഫ്ലവർ ബഞ്ച് വരുന്നത്. ഇവിടെ നിറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ്, പൊട്ടു പോലത്തെയുള്ള ഫ്ലവർ പാറ്റേൺസ് ആണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ലീവ്സ് ഒക്കെ ബൂളിയൻ നോട്ടും സ്റ്റെം സ്റ്റിച്ചൊക്കെ ആയിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇത് സ്പൈഡർ സ്റ്റിച്ചിൻ്റെ പോലെ തന്നെ, സ്പൈഡർ സ്റ്റിച്ച് ആണെങ്കിൽ നമ്മൾ 8 ഇങ്ങനെ ലെഗ്സ് തയ്ച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ട്. അതിന് പകരമായിട്ട് 8ന് പകരമായിട്ട് 5 ലെഗ്സ് വെച്ചിട്ടാണ് നമ്മളിത് തയ്ച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. തയ്ക്കുന്ന രീതി സെയിം തന്നെയാണ്. അപ്പോൾ മുന്താണിയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുന്താണിയുടെ അപ്പുറത്തെ സൈഡത്തെ പോർഷനിലും സെയിം പാറ്റേൺ തന്നെ അവിടെയും തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് 2 സൈഡിലും മുന്താണിയിൽ 2 സൈഡിലും സ്റ്റിച്ചിങ് ഉണ്ട്. ഇത്രയും വലിയ ഡിസൈൻ അല്ല, അതിൻ്റെ അകത്ത് ലെങ്ത് ഇച്ചിരി കുറച്ചാണ് തയ്ച്ചിരിക്കുന്നത്. ഫുൾ ലെങ്ത് ഇല്ല, ഈ ഒരു പോർഷനാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. താഴത്തോട്ടുള്ള പോർഷൻ തയ്ച്ചിട്ടില്ല. അത്രയാണ് 2 സൈഡിലും മുന്താണിയിൽ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോൾഡർ പിന്ന് കുത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ഡിസൈനിങ് വരുന്നുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ ഫുൾ ഡിസൈൻ അല്ല, ഒരു കുഞ്ഞ് ഡിസൈനാണ് താഴത്തെ പോർഷനിലാണ്ട്. മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ തയ്ച്ചോരെയാണ് ഇവിടെ റണ്ണിങ് പോർഷനിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ അത്യാവശ്യം നല്ലോണം തന്നെ ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിലെ ഡിസൈനിങ് വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് 4 എണ്ണമാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷനുമാണ്, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. 4 എണ്ണം അടുപ്പിച്ച് ഫ്രണ്ടിൽ വരും.
ഇതുപോലെ 4 എണ്ണമാണ്. നാലാമത്തെ ഇവിടെ മടങ്ങിയിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ. ഇപ്പം ഇതുപോലെ 4 എണ്ണമാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതുപോലത്തെ തന്നെ ഒരെണ്ണം റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. മുന്താണിയുടെ 2 സൈഡിലും റണ്ണിങ് പോർഷനിലും ഫ്രണ്ടിലെ ഷോൾഡർ പ്ലീറ്റിലും അതുപോലെ തന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുമാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2000 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ സാരി കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സാരി നല്ല സ്കൈ ബ്ലൂ സാരിയാണ്. അത് ഒത്തിരി ലൈറ്റ് അല്ല, സ്കൈ ബ്ലൂ പോലെ തീരെ ലൈറ്റ് അല്ല, എന്നാൽ കുറച്ചും കൂടെ കുറച്ച് ഡാർക്ക് ഷെയ്ഡുമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വളരെ സെറ്റിലായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത്. ഫ്ലവേഴ്സിന് യെല്ലോ ഷെയ്ഡിൻ്റെ ഡബിൾ ഷെയ്ഡാണ് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യെല്ലോയും ക്രീമും കൂടെയാണ് വരുന്നത്. അത് അങ്ങനെ ആ ഒരു ത്രെഡ് യൂസ് ചെയ്ത് നമ്മൾ ബൂളിയൻ നോട്ട്സ് ആണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ലീവ്സ് നല്ല ഡാർക്ക് ഒലീവ് ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഫിഷ് ബോൺ ആണ് ലീവ്സിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചും ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ ഇതുപോലെ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ് ഡിസൈനിങ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ 3 എണ്ണം അടുപ്പിച്ച് വരുന്നുണ്ട്. ഷോൾഡർ പ്ലീറ്റിൽ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അത് ഷോൾഡർ പ്ലീറ്റിൽ ഒരെണ്ണം ഇങ്ങോട്ടാണ് ഫേസ് ചെയ്തിരുന്നെങ്കിൽ ഒരെണ്ണം മേളിലോട്ട്, പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ, അങ്ങനെയാണ് ഷോൾഡറിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുമാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ 5 ഡിസൈനേ ഉള്ളൂ. ഫ്രണ്ടിൽ 5-6 ഡിസൈനാണ് കേട്ടോ. ഫ്രണ്ടിൽ 3, മുന്താണിയിൽ 2 ഒരെണ്ണം, റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം, പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ്. അങ്ങനെ 6 ഡിസൈനാണ് വരുന്നത്. ബൂളിയൻ നോട്ടിൻ്റെ ഡിസൈനിങ് ആണ് വരുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1700 ആണ് ഇതിൻ്റെ റേറ്റ്. ഞാൻ ഏറ്റവും ലാസ്റ്റത്തെ സാരി നമുക്ക് കണ്ടു നോക്കാം. അതൊരു ലൈറ്റ് പിസ്ത ഗ്രീൻ സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ്. ഇപ്പം നമ്മൾ കാണിച്ച അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സാരി. ഈ സാരിയുടെ 2 സൈഡിലും നമ്മൾ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. പല്ലുവിൻ്റെ ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു കുഞ്ഞ് പാറ്റേണുമാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളും കൊടുത്തിട്ടില്ല, അപ്പുറത്തെ സൈഡിൽ ഒരു കുഞ്ഞ് പാറ്റേണുമാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഗ്രീനിൻ്റെ അകത്ത് ഈ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒത്തിരി തെറിച്ച് നിൽക്കുന്ന ബ്ലൂ കളർ അല്ല, സെറ്റിലായിട്ട് ഇരിക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ പ്രായമായവർക്ക് ഇങ്ങനെ ഈ ഒരു കളർ തെറിച്ച് നിൽക്കുമെന്ന് തോന്നരുത്. അത് ഒട്ടും തെറിച്ച് നിൽക്കുന്ന കളറല്ല, നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണിത്. അതിൻ്റെ അകത്ത് സാറ്റിൻ സ്റ്റിച്ചാണ്. ലീവ്സ് ആയാലും സ്റ്റെംസ് ആയാലും സ്റ്റെംസ് അല്ല, ലീവ്സും ഫ്ലവർ പെറ്റൽസും അതുപോലെ തന്നെ സെൻറ്ററിലും കൊടുത്തിരിക്കുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ്. സ്റ്റെം മാത്രം സ്റ്റെം സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊരു ഡിസൈൻ മുന്താണിയിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. റണ്ണിങ് പോർഷനിൽ സെയിം ഡിസൈൻ മുന്താണി കണ്ടപോലെ തന്നെ ആ വലിയ ഡിസൈനാണ് റണ്ണിങ് പോർഷനിലും വരുന്നത്. പിന്നെ ഫ്രണ്ട് ചെസ്റ്റ് പോർഷനിൽ 3 ഡിസൈനാണ് ഇതുപോലത്തെ ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ചെസ്റ്റ് അല്ല, ഷോൾഡർ പ്ലീറ്റിൽ 3 ഡിസൈനാണ് വരുന്നത്. 3 എണ്ണം അടുപ്പിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വരുന്നുണ്ട്. അപ്പോൾ 6 വലിയ ഡിസൈനും ഒരു കുഞ്ഞ് ഡിസൈനുമാണ് ഉള്ളത്. റണ്ണിങ് പോർഷനിലും മുന്താണിയിലും ഒരു ഡിസൈൻ, പിന്നെ ഫ്രണ്ടിൽ 3 ഡിസൈൻ, റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരു ഡിസൈൻ, പിന്നെ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ ഒരു കുഞ്ഞ് ഡിസൈനും. അങ്ങനെ മൊത്തത്തിൽ 6 വലിയ ഡിസൈനും ഒരു കുഞ്ഞ് ഡിസൈനുമാണ് വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1850 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പം ഇന്ന് കണ്ട 4 സാരിയിലും ഏതെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീക്രിയേഷൻ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തേച്ചാൽ മതി. നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.